ഈ വിശ്വാസത്തിൻ്റെ സജീവതയെ ഏറ്റുപറയാനാ ഈശോ മാത്രമേ ഉള്ളൂ. ഈശോയുടെ വാഗ്ദാനം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അവൻ്റെ വാഗ്ദാനം ഉറപ്പായി നമ്മളെ ഓരോരുത്തരെയും പ്രകാശത്തോടെ ജീവിക്കാൻ സഹായിക്കുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വലിയൊരു പ്രത്യാശ ഉയരട്ടെ, ഈ ഒരു മഹത്വം ഉയരട്ടെ. എല്ലാ വിധത്തിലുള്ള ഭയപ്പാടുകളും മാറും, എല്ലാ അന്ധകാരവും നീങ്ങും. നമുക്ക് ഈ കർത്താവിലുള്ള ഈ പരിപൂർണമായ ശരണം പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രതിസന്ധികളെയും നേരിടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തെയും തോൽപ്പിച്ച് മുമ്പോട്ട് പോയതാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യതയുടെ ബലം. ക്രിസ്ത്യതയുടെ ബലം അതാ. മരണമുഖത്ത് ഭയക്കാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞ് മരിച്ച ആയിരക്കണക്കിന് മക്കൾ ക്രിസ്തുവിൻ്റെ സഭയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. തങ്ങൾക്ക് മുമ്പിൽ വയ്ക്കപ്പെട്ട മരണത്തെ തള്ളി മാറ്റാതെ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് മരണത്തെ സ്വീകരിച്ച് കടന്നു പോകുമ്പോൾ അവർക്ക് ഉറപ്പായ പ്രത്യാശയുണ്ട്. ഞങ്ങളെ കാത്തിരിക്കുന്നത് ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഈ ഭൂമിയിലെ മരണത്തെ അവർ ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. ആദ്യത്തെ രക്തസാക്ഷി മുതൽ പ്രിയപ്പെട്ടവരെ കർത്താവായ മിശിഹായെ പിഞ്ചെന്ന് സജീവ സാക്ഷ്യം വഹിച്ച മുഴുവൻ പേരും ഈ ഒരു ശ്രേണിയിൽ, ഈ ഒരു ഗണത്തിൽ അനുഗ്രഹത്തോടെ നിലകൊള്ളുമ്പോൾ ആ സഭയുടെ മക്കൾ ഇന്ന് കൊച്ചു കാര്യങ്ങളുടെ പേരിൽ പ്രിയപ്പെട്ടവർ വല്ലാതെ മനസ്സ് പതറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസം വല്ലാതെ എനിക്ക് ക്ഷയിച്ചു, കുറഞ്ഞു, യേശുവിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒരു കൊച്ചു ജലദോഷം വന്നാൽ ഇതാ എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൊച്ചു പ്രശ്നത്തിൻ്റെ കാറ്റ് വീശുമ്പോഴത്തേക്ക് എല്ലാം തീർന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു പ്രത്യാശ, വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവിടെ ഈ വചനം വാക്യം കൂടെ വായിച്ചേ. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പരിശുദ്ധാത്മാവിനാൽ എന്തുകൊണ്ടാണ് എസ്തഫാനോസിന് ആ സമയത്ത് മുകളിലോട്ട് നോക്കാൻ പറ്റിയത്? കല്ലേറ് വരുമ്പം ആക്രോശിക്കുന്ന ജനതയുടെ ആ വലിയ ആ പ്രക്ഷുബ്ധമായൊരവസ്ഥ കാണുമ്പോഴും അവരുടെ വശങ്ങളിലേക്ക് നോക്കാതെ മുകളിലേക്ക് നോക്കാൻ പറ്റിയതിൻ്റെ കാരണം വചനം പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവുണ്ടായി. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ, നമുക്ക് ചുറ്റും ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇങ്ങനെ മുറുകുമ്പോഴും പ്രത്യാശ കൈവിടാതെ ഉന്നതത്തിലേക്ക് നോക്കി വിശ്വാസത്തിൻ്റെ ആ കൃപാ ചൈതന്യത്തിൽ കാര്യങ്ങളെ കാണാൻ, മഹത്വത്തിൻ്റെ ദൈവത്തിൻ്റെ തിരുമുഖത്തിലേക്ക് നോക്കാൻ നമുക്ക് ശക്തി കിട്ടും. ഇല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മളെ നശിപ്പിക്കും, ഈ പ്രതിസന്ധി നമ്മളെ ഇല്ലാതാക്കും. കടുത്ത ഡിപ്രഷനിലേക്കും ഭയത്തിലേക്കും ആശങ്കയിലേക്കും നിരാശയുടെ അങ്ങേയറ്റത്തെ വാക്കുകളിലേക്കും ഒക്കെ നമ്മുടെ ജീവിതം വഴുതി മാറും. അങ്ങനെ വഴുതി മാറാതെ ബലത്തോടെ, കരുത്തോടെ, ഉണർവോടെ, ശക്തിയോടെ മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. മുമ്പോട്ട് നോക്കൂ, പ്രതീക്ഷയോടെ ഉയരത്തിലേക്ക് നോക്കൂ, നിന്നെ നോക്കുന്ന കർത്താവിനെ കാണൂ, അവൻ്റെ വചനത്തെ ഓർമ്മിക്കൂ. ഈ വചനം നിന്നോട് പറഞ്ഞിട്ടില്ലയോ? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നു നീ അറിയുന്നില്ലേ? നിനക്ക് വഴിയില്ലാന്ന് വിചാരിക്കുന്ന സ്ഥലത്ത്, വിജനദേശത്ത് പാതകളും മരുഭൂമികളിൽ നദികളും ഉണ്ടാക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകൂ. ആ മഹത്വം നിന്നെ പിന്തിരിയുകയില്ല, നിന്നെ വിട്ടു പോവുകയില്ല. ആ മഹത്വം വാഗ്ദാനം തന്നിട്ടുണ്ട്. മകൾക്കൊപ്പം മകനൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് ഈ വാഗ്ദാനത്തിന് ഉറപ്പുണ്ട്. ആ ഒരു പ്രത്യാശയോടുകൂടി രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അപ്പസ്തോലന്മാർ ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെയുള്ള സഭയുടെ വിശുദ്ധ ചരിത്രത്തിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ എപ്പോഴും പരിശോധിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്തായി ജീവിക്കാൻ നമ്മളെ സഹായിക്കും. വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും പുലർത്തിയ ദൈവാശ്രയം, ദൈവബന്ധം അവരെ എന്തുമാത്രം മെച്ചപ്പെട്ട മനുഷ്യരാക്കി നിലനിർത്തി. സാക്ഷ്യത്തിന് വിപരീതമായി ഒന്നും വരാതിരിക്കാൻ അവരങ്ങേറ്റം ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ ഈ അടുത്ത നാളിൽ ആ പ്രിയപ്പെട്ട സഹോദരി അവളുടെ ക്യാൻസർ രോഗത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളിൽ എന്നോട് പങ്കുവച്ച ഒരു അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ സഹോദരി പലവട്ടം ഈ സിസ്റ്ററിന്
ക്യാൻസറിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജുകൾ വെളിപ്പെട്ടു. 10-20 വർഷം മുമ്പ് ആദ്യമായിട്ട് ഈ ക്യാൻസർ വെളിപ്പെട്ടു. കർത്താവിൽ പ്രത്യാശ ഉറപ്പിച്ച ഈ വ്യക്തി കർത്താവിൻ്റെ കൃപയുടെ സഹായവും ചികിത്സയുടെ സഹായവും ഒരുമിച്ച് സ്വീകരിച്ച് ആ രോഗത്തിൽ നിന്ന് വിമുക്തയായി. പക്ഷെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ രോഗം വെളിപ്പെട്ടു. അപ്പോൾ ഇയാൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു, ദൈവവചനം സജീവമായി ആത്മാവിൽ പ്രവേശിച്ചാൽ ഏത് പ്രയാസത്തെയും ഏത് മരണത്തിൻ്റെ ഭീതിയെയും മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം കിട്ടി. ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇപ്പോൾ പ്രിയപ്പെട്ട ജോൺ പോൾ ബ്രദർ പങ്കുവച്ചതുപോലെ ആയിരക്കണക്കിന് വചനം ഈ അമ്മയുടെ ഉള്ളിലെത്താൻ ആ രോഗം കാരണമായി. അപ്പോൾ അങ്ങനെ ആ രോഗം വീണ്ടും ഭേദമായി. എന്നിട്ട് സഭയുടെ വളരെ ഗൗരവതരമായൊരു ആത്മീയ ഉത്തരവാദിത്വം നീണ്ട വർഷക്കാലം ഈ രോഗത്തിൻ്റെ സൗഖ്യത്തിന് ശേഷം അവർ പ്രത്യേകം ആ ഒരു ശുശ്രൂഷ നിർവഹിച്ചു. അതിനുശേഷം ഈ ഒരു വർഷം മുമ്പ് ഈ പ്രിയപ്പെട്ട സിസ്റ്റർ അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വിദേശത്ത് ആഫ്രിക്കയിലേക്ക് പോകാൻ വേണ്ടി സഭാ കൂട്ടായ്മ പറഞ്ഞപ്പം അതിൻ്റെ ഭാഗമായി വീണ്ടും ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയിൽ നാട്ടിലൊന്നുകൂടി ഈ ഒരു രോഗമൊക്കെ വന്നതായിരുന്നതുകൊണ്ട് ഒരു ചെക്കപ്പിന് കൂടി തയ്യാറായപ്പം വീണ്ടും മനസ്സിലാവുകയാണ് തമ്പുരാൻ്റെ സ്നേഹം തന്നെ തേടി വീണ്ടും വന്നിരിക്കുന്നു. ഈ സമയത്ത് ശരീരം മുഴുവനിലേക്കും ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഈ പ്രിയപ്പെട്ട സഹോദരി അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോൾ എന്നോട് ഈ സഹോദരി പറഞ്ഞൊരു വാക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ ഇപ്പോഴും സജീവമായി കിടക്കുന്നുണ്ട്. ഈ സിസ്റ്റർ ഇങ്ങനെ എന്നോട് പറയുകയാണ്, അച്ഛാ, സഭയിലെ ഇളയത്തുങ്ങൾക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ സജീവമായ വിശ്വാസ്യതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും എന്ത് പ്രയാസം വന്നാലും എന്നാ പ്രശ്നം വന്നാലും മരണം വന്നാലും കർത്താവിനെ മുറുകെ പിടിച്ചോണം, ദൈവനിന്ദയുടെ ഒരു വാക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരരുത് എന്ന് ആവർത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയും വചനം പറയുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആത്മീയ ശുശ്രൂഷയാണ് ഞാൻ ഇതുവരെ ചെയ്തത്. ഈ സമയത്ത് ഞാൻ മരണാസന്നയായിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, വൈദ്യത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ശരീരം ആസകലം മറ്റൊരു സ്ഥലം ഇല്ലാത്തതുപോലെ ഈ ക്യാൻസർ രോഗം പിടിമുറുക്കിയ ഈ സമയത്ത് അച്ഛനോട് എനിക്കൊരു പ്രാർത്ഥന ചോദിക്കാനുള്ളത്, അച്ഛാ, ഇളയത്തുങ്ങൾക്ക് വചനവിപരീതമായൊരു വാക്ക് എൻ്റെ അധരത്തിൽ നിന്ന് വന്ന് ഒരു എതിർസാക്ഷ്യം വരാൻ എൻ്റെ ദൈവം ഇടവരുത്തരുത്. എൻ്റെ മാനുഷിക ബലഹീനത കൊണ്ട് ഇങ്ങനെ വേദനയൊക്കെ വല്ലാതെ മുറുകുമ്പം കർത്താവിന് വിപരീതമായൊരു വാക്ക് പറയാതിരിക്കാൻ അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ, ദൈവമേ, എന്തൊരു മഹത്വമുള്ള അത് തന്നെ വലിയ പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു മരണം മുമ്പിൽ കാണുമ്പോൾ ഇങ്ങനെ ശാന്തമായിട്ട് പ്രതികരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ മനോഹരമായ പ്രാർത്ഥന ഈശോ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനമൊക്കെ എടുത്ത് വചനത്തിൻ്റെ പ്രത്യാശയൊക്കെ കൊടുത്ത് കുരിശടയാളമൊക്കെ വരച്ച് ഞാൻ പോന്നു. ഈ അമ്മ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ അമ്മ മരിച്ചത്. ആ അമ്മ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഐസിയുവിൽ പോയി കാണുമ്പോഴും ഇതേ പ്രത്യാശ നിലനിൽക്കുന്നു. വചനം അകത്തുള്ളതുകൊണ്ട് ഇതേ പ്രത്യാശയിൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ വിശുദ്ധി കൂടുതൽ മഹത്തരമായി ജീവിക്കാൻ ആവശ്യമായ കുറേ ആത്മീയ ഉപദേശങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് കയ്യിൽ ആ സമയം വരെ സൂക്ഷിച്ചിരുന്ന ഒരു വിശുദ്ധൻ്റെ തിരുശേഷിപ്പും എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് ഇനി ഇത് പോളച്ചൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു വിശുദ്ധൻ്റെ തിരുശേഷിപ്പും എനിക്ക് തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുമ്പം എന്നോട് ഈ അമ്മ പറയുകയാണ്, എൻ്റെ ഈ സഹനം ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭാസമൂഹമൊക്കെ കടന്നു പോകുന്ന വ്യത്യസ്തമായ പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരമാകുവാൻ, അതിനൊരു ശമനമാകുവാൻ എൻ്റെ സഹനത്തെ എൻ്റെ ഈശോയ്ക്ക് വേണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് സമർപ്പിക്കുന്നത്. എൻ്റെ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി അച്ഛൻ ഇനി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന മേടിച്ച് ശാന്തമായി പുഞ്ചിരിച്ച് എന്നെ പറഞ്ഞയച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ടൊരു വചനം അകത്തുണ്ടെങ്കിൽ, ക്രിസ്തുവിലുള്ള പ്രത്യാശ അകത്തുണ്ടെങ്കിൽ മരണം പോലും ശാന്തമായ ഒരു യാത്രയാണെന്ന് ഈ വിശുദ്ധാത്മാക്കൾ അന്നും ഇന്നും എന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ദിവസം മരണമെന്ന സത്യത്തെ അഭിമുഖീകരിക്കണം. നമ്മളെല്ലാവരും വ്യത്യസ്തമായ വിധത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ.
ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. പക്ഷേ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, ധൈര്യമായിരിക്കും. ഞാനാണ്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ ശക്തമായൊരു മഹത്വം കൂട്ടായ്മയിൽ നിറയാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങളും വിഷാദവും ഭയവും എല്ലാം യേശു ക്രിസ്തുവിന് സമർപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറപ്പെടുന്നതാണ് പ്രിയപ്പെട്ടവരെ. ഒരു വചനം പോലും പാഴ്വാക്ക് പറയാത്തവൻ്റെ പേരാണല്ലോ ക്രിസ്തു. എൻ്റെ നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ പാഴ്വാക്കുകൾ കൊണ്ട് ഒത്തിരി പഴികേട്ടവരായിരിക്കാം നമ്മൾ. നമ്മുടെ പാഴ്വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം, വേദനിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ ക്രിസ്തുവിൻ്റെ അധരത്തിൽ ഒരിക്കലും ഒരു പാഴ്വാക്ക് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം സുവിശേഷം മുഴുവൻ വിശ്വസിക്കാം. ആ സുവിശേഷത്തിൻ്റെ ഓരോ വാഗ്ദാനങ്ങളും നമ്മളിൽ നിറവേറപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി, പ്രത്യാശയോടുകൂടി നമുക്ക് രണ്ട് കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിക്കാം. വചനത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.